ആദ്യം ലോറിയും കൊണ്ട് പോകുമ്പോൾ ചെറിയ വണ്ടികളൊക്കെ അടുത്തോടെ വരുമ്പോൾ നല്ല പേടിയായിരുന്നു. പിന്നെ ടൗണിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ പേടിയുണ്ടായിരുന്നു. ഡിഗ്രി വരെ പഠിച്ചതൊക്കെ തന്നെ ചെറിയ പാരൽ കോളേജിലാണ് പഠിച്ചത്, അവിടെ നാട്ടിൻപുറത്ത് തന്നെ. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് പോയിട്ടുള്ള അധികം എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണേലും ചേട്ടായി പിള്ളേർ ഇവിടെ ഈ ഒരു ലോകം മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പുറത്ത് കടയിൽ പോയി പോലും അധികം സാധനം മേടിക്കാൻ പോലും അങ്ങനെ പോകാറില്ലായിരുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ ഒരു ചമ്മലുണ്ടായിരുന്നു. അറിയാമല്ലോ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനൊന്നുമില്ല. ആൾക്കാരെന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല. നമ്മുടെ എയിമാണല്ലോ, നമ്മുടെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന യാത്രയാണല്ലോ. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ക്യാമറ നോക്കി സംസാരിക്കാതെ നോർമൽ ഓടിച്ചോണ്ട് പോകുന്നതാണല്ലോ അകത്തുനിന്ന് എടുക്കാമെങ്കിൽ കുഴപ്പമില്ല. അപ്പം നല്ല ആൾക്കാരിലേക്ക് ഇത് അവർക്കൊരു ഇതുണ്ടാവുള്ളൂ. ഇന്ന പോലെ ഇതിപ്പോൾ ഒരു സ്ത്രീക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാവുന്ന അങ്ങനെയാണല്ലേ കൂടുതൽ ആൾക്കാർ. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം അതിനുണ്ട്. ഒന്ന് ഇപ്പോൾ ഈ ഇവള് ലോറി ഓടിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേര് സ്ത്രീകളും പുരുഷന്മാരും ലൈസൻസ് ഉണ്ടായിട്ട് ഓടിക്കാതിരുന്ന ഒരുപാട് ആൾക്കാർ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇന്നലെ വന്ന ഒരു ചേട്ടനോട് പറഞ്ഞോളൂ, ചേട്ടൻ്റെ വൈഫ് വണ്ടി ഓടിക്കാൻ തുടങ്ങി, നമ്മളെ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടാണ് പറഞ്ഞത്. ഈ ചെറുവണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നവരൊക്കെ പോയി വലിയ വണ്ടികളൊക്കെ വെളിയിലാണേലും ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ വണ്ടി ഓടിക്കുന്ന വിഷ്വൽ കണ്ടിട്ടാണ്, ക്യാബിനകത്തെ ഷൂട്ട് ചെയ്തേക്കുന്ന ആ വിഷ്വൽ കണ്ടിട്ടാണ്. പക്ഷേ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, വേറെ ഇടത്തും ഇത് വിഷയമല്ല. ലോങ് യാത്ര ചെയ്യുമ്പോൾ അതെങ്ങനെയാ ബുദ്ധിമുട്ടാവാറുണ്ടോ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങള്? ടോയ്ലറ്റ് പാടുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ട് അതാണ്. അതെ, ഇത് കയറ്റാൻ വേണ്ടി പോയി, ലോഡ് കയറ്റാൻ വേണ്ടി പോയിട്ട് അവിടെ ഭയങ്കര ശോകമായിരുന്നു. ബാത്റൂം ഒന്നും പറയാൻ പറ്റത്തില്ല, ചുമ്മാ ഒരു റൂം പോലെ ഇങ്ങനെ ചുമ്മാ കെട്ടി, മേല് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡോറുണ്ട്, അതിങ്ങനെ എടുത്തു വെക്കും തിരിച്ചു വെക്കും, അത്രേ ഉള്ളൂ. അപ്പം അതിനകത്ത് ക്ലോസറ്റ് ഒന്നുമില്ല, ചുമ്മാ ചെരിച്ചിങ്ങനെ സ്ലൈഡ് പോലെ ടൈലിട്ടിട്ട് ഒരു സൈഡ് ഫുള്ള് യൂറിനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതായിരുന്നു. അത് തിരിച്ച് വെളിയിൽ ഇറങ്ങി ഒരു കടയിൽ കയറി, അവിടെ ഫുൾ ഈച്ച പൊതിയൂന്ന് പറഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റാത്ത പോലെ ഈച്ച, മൊത്തം വേസ്റ്റ്, അത് ഇത് എല്ലാം അങ്ങനെ ആയിരുന്നു. പിന്നെ ടോളുകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വാഷ്റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പലതും. ഒരു 5% മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ തലശ്ശേരിക്ക് മാഹിക്കിപ്പുറ ഒരു പമ്പിൽ കയറിയിട്ട് അതിൻ്റെ സീറ്റ് വർക്ക് പോലും ഇല്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത പമ്പുകളും ഉണ്ട് കേട്ടോ. എന്നാൽ മിക്കവാറും ഒരു 90% കേരളത്തിലെ നല്ലത് തന്നെയാണ്, മോശം പറയാനില്ല. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ 95% മോശമാണ്, 5% നല്ല. ഈ ഗവൺമെന്റ് ഭാഗത്തൊരു ഫെസിലിറ്റീസ് സ്റ്റേക്ക് വേണം, അങ്ങനെ വളരെ കുറവാണ്. ഈ ട്രക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അത് നല്ലപോലെ ഉണ്ടാക്കിയേക്കുന്നിടത്തൊക്കെ വണ്ടി കയറാന്മാരെ ബ്ലോക്ക് ചെയ്തേക്കായിരിക്കും. ഉള്ളത് മൊത്തം കാട് പിടിച്ച് കിടക്കായിരിക്കും, ഒന്നിനും കൊള്ളത്തില്ല. ഒന്ന് ഉറങ്ങാനായിട്ടായിരിക്കും, എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്താൻ സൗകര്യം നോക്കിയായിരിക്കും വരുന്നത്. ചിലപ്പോൾ അങ്ങനെ വന്നായിരിക്കും അപകടം പറ്റുന്നത് തന്നെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം കിട്ടാറില്ല പലപ്പോഴും. അങ്ങനെയുള്ള സ്ഥലം പുതിയ ഹൈവേയിലൊക്കെ പണിതിട്ടുണ്ടെങ്കിലും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് ഇതാവുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് മാറ്റം വരണം. ഈ കാരവൻ സത്യം പറഞ്ഞ ഒരു ഡ്രീം തന്നെയായിരുന്നല്ലോ, എല്ലാവരും കൂടെ യാത്ര ചെയ്യാന്ന് പറയണേ. ഇപ്പൊ ഫാമിലി ആയിട്ടുള്ള സമയം കൂടെ നിങ്ങൾക്ക് ഇത്രയും ജോലിയുടെ തിരക്കുണ്ടെങ്കിലും ഫാമിലി ടൈമിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ കാരവൻ നിങ്ങൾ യാത്രകൾ തുടങ്ങിയ സ്ഥലത്ത് ആ ഫാമിലി തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു ശരിക്കും കാരവനെ പോകുമ്പോൾ എല്ലാവരും കൂടെ പോകുന്ന രസം, അതാ അതിൻ്റെ ഒരു ത്രില്ല്. കഥകൾ പറഞ്ഞ് തമാശ പറഞ്ഞ് പുതിയ സ്ഥലങ്ങളൊക്കെ ഒരുമിച്ച് കാണാം. ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരവൻ വാങ്ങണം. അതെ, അത് ഫാമിലി ആയിട്ടൊന്നുമല്ല ആദ്യം പ്ലാൻ ചെയ്ത്, അച്ഛനും കൊച്ചനും കൂടെ, ഇവര് ചേട്ടനും അനിയനോടെ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അത് ഞങ്ങൾ മൊത്തത്തിൽ പിന്നെ ഞങ്ങളൊക്കെ വന്നു. ഇത്ര യാത്ര ചെയ്തിട്ടേ നമുക്ക് നമ്മുടെ നാട് അല്ലെങ്കിൽ കേരളം ഫീൽ കിട്ടിയ ഒരു സ്റ്റേറ്റ് ഉണ്ടോ ശരിക്കും? അങ്ങനെ നമ്മള് കേരളം പോലുള്ള പറഞ്ഞാല് ഭൂപ്രകൃതി കൊണ്ട് മേഘാലയാണ്, കേരളം പോലെ തന്നെയാണ് ഏകദേശം. ചെറിയ മലകളും പിന്നെ നമ്മളിവിടെ എന്തൊക്കെ കൃഷിയുണ്ടോ അതെല്ലാം അവിടെ ഉണ്ട്, എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ ഉണ്ട്, പിന്നെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതാ അവിടെ. ഞാനോർത്ത് നമ്മുടെ ഇവിടെ കേരളത്തിലും പിന്നെ തമിഴ്നാട്ടിലേക്കും കുറച്ച് കപ്പയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്നറിയാം, അങ്ങോട്ടൊക്കെ ഉണ്ടെന്നല്ലായിരുന്നു. പക്ഷെ അവിടെ കപ്പയും ചേനയും ചേമ്പും കാച്ചിലും ചക്കയും എല്ലാം ഉണ്ട്. കോട്ടയക്കാരായതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കൂടിയാണ്. തെങ്ങ് മാത്രം കണ്ടില്ല, തെങ്ങ് കുറവാണ്, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പൈനാപ്പിള് എല്ലാം ഉണ്ട്, തേയില. ട്രാവൽ ചെയ്യുമ്പോൾ കുറെ ഇപ്പൊ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് പുതിയ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ സ്ഥലത്ത്? നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോ കുറെ ദിവസം എടുക്കില്ല, അപ്പത്തേക്ക് ഇതെല്ലാം കരിഞ്ഞു പോകും വണ്ടി വെച്ച്. ഇപ്പൊ വീട്ടിൽ ഓരോരുത്തരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു, ഹെവി ലൈസൻസ് എടുക്കണു, ആൾക്കും ഡ്രൈവിംഗ് പഠിക്കണ ആഗ്രഹം പറഞ്ഞു തുടങ്ങിയോ? പിന്നെ ഇടയ്ക്ക് ഡ്രൈവിംഗ് സീറ്റിലൊക്കെ കയറി സ്റ്റിയറിംഗ് ഒക്കെ കറക്കും. ശരി, അങ്ങനെ ആഗ്രഹം ഉണ്ടോ?
ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടെ വരുമ്പോഴത്തേക്ക് ആള് വണ്ടി ഓടിച്ച ആളുടെ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ ഒക്കെ എടുക്കാനായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ആ തുടക്ക സമയത്ത് ഇപ്പം ഇവരൊക്കെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ മാത്രമായിരിക്കും പോവുക. അപ്പൊ എപ്പോഴും അമ്മ കൂടെ വേണം കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഉണ്ടെങ്കിൽ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ആ ഒരു എങ്ങനെയാ ഇവരൊക്കെ വിട്ട് മാറി നിൽക്കുമ്പോൾ എങ്ങനെയാ ഒരു ടെൻഷൻ കാര്യമൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ടെൻഷനൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് അനിയത്തി അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല. പിന്നെ നമുക്ക് അമ്മമാർക്കൊരു ഇതുണ്ടല്ലോ, പിള്ളേരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. ഇവർക്കും ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ആദ്യമൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ ഞങ്ങളെന്ന് വെച്ചാൽ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേ ചായ കുടിക്കാതിരിക്കുക. അപ്പം ഇങ്ങനെ ഇന്ന് തന്നെ നടന്ന സ്കൂളിൽ ഇനി അപ്പം ഡെയിലി ഇങ്ങനെ വന്ന് പറയായിരുന്നു. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അതൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കോളേജായി പോയി അങ്ങനെ. പിന്നെ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും സൂര്യ ഉള്ളതുകൊണ്ട് സൂര്യയോട് പറയും. അപ്പം അത് ചെറുപ്പം തൊട്ടും അങ്ങനെയാണ്. ഞാനില്ലെങ്കിൽ സൂര്യയോട് പറയും. അങ്ങനെയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. ഒരു ജോയിന്റ് ഫാമിലി അതിന്റെ ഒരു ഗുണങ്ങളാണ് ശരിക്കും. ഇന്നത് അങ്ങനത്തെ ഒരു ഫാമിലീസ് കൂടെ ഉണ്ടെങ്കിൽ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോവാനും കൂടെ തെളിയിച്ചിരിക്കുകയാണ്. അല്ല, ജോയിന്റ് ഫാമിലി ആയതുകൊണ്ടുകൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നു. ഇപ്പം ആദ്യമായിട്ട് ഇപ്പൊ ലോറി ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ആൻഡ് ലോറി ഓടിക്കാൻ പേടി ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ലോറി ഓടിച്ച് ലോറി റോഡിലേക്ക് ഇറക്കിയിട്ട് എന്തായിരുന്നു ഫീൽ? ആദ്യം ലോറിയും കൊണ്ട് പോകുമ്പോൾ ചെറിയ വണ്ടികളൊക്കെ അടുത്തോടെ വരുമ്പോൾ നല്ല പേടിയായിരുന്നു. പിന്നെ ടൗണിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ പേടിയുണ്ടായിരുന്നു. പിന്നെ വലിയ കയറ്റമൊക്കെ കയറുമ്പോൾ വളമൊക്കെ തിരിയുമ്പോഴത്തേനും ലോഡ് ചെരിയുമ്പോൾ ഞാനും ആ സൈഡിലോട്ട് ചെയ്യും. ഇവരെന്നെ കളിയാക്കുമായിരുന്നു. ഞാനും ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കുകയായിരുന്നു. വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് ചെരിയായിരുന്നു. അങ്ങനല്ല, വണ്ടി ഇങ്ങോട്ട് ചെരിയുമ്പോൾ അല്ല, ഞാൻ ഓപ്പോസിറ്റ് ഇങ്ങോട്ടിരിക്കും. അങ്ങനെ ഇവരെന്നെ കളിയാക്കുമായിരുന്നു. പിന്നെ വലിയ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ പിന്നെ ഇച്ചിരി കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പൊ ഡ്രൈവിംഗിൽ കുഴപ്പമില്ല. ഇപ്പം ഒരു വനിതാ വണ്ടി ഓടിച്ച് പോകുന്നവർ, ലോറി ഓടിച്ച് പോകുന്ന സമയത്ത് ആളുകൾ ഇപ്പോഴും കൗതുകത്തോടെ നോക്കാറുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടോ? പിന്നെ അത് തീർച്ചയായിട്ടും ഒരുപാട് പേര് വരാറുണ്ട്. പ്രത്യേകിച്ച് വിലയിൽ ഇപ്പം ഈയിടെ നമ്മൾ ഗുജറാത്തിലൊക്കെ ഒട്ടും സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നതല്ല. പോലീസുകാരനാണെന്നല്ലേ പറഞ്ഞത്. ആദ്യമായിട്ട് ഒരു വനിത ഇങ്ങനെ വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന കാണുന്നു. ഇവിടെ ആരും ഇല്ലെന്ന് എന്നോട് പറഞ്ഞു. ഗുജറാത്തിൽ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നവർ വളരെ കുറവാണ്. കാറൊക്കെ ഓടിക്കുന്നവരുണ്ട്, പക്ഷെ വലിയ വണ്ടി ഓടിക്കുന്നവർ കുറവാണ്. അതുകൊണ്ട് ഭയങ്കര അത്ഭുതം അവർ കാണുമ്പോൾ. ഭയങ്കര റെസ്പെക്റ്റാണ് നമ്മളോട്. പിന്നെ ലോറി എന്ന് പറയുമ്പോഴേ വേറെ ഒരു ഇതല്ലേ എല്ലാവർക്കും. ഇപ്പൊ പണ്ടാണെങ്കിലും നമ്മുടെ ഇവിടെ ലോറിയിലൊന്നും ആരും കയറുകയല്ലായിരുന്നല്ലോ പെണ്ണുങ്ങൾ. ആൾക്കാർക്ക് മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഇത് ഭയങ്കര കുറച്ചില് പോലായിരുന്നു. കുറച്ചില് അപ്പൊ അതൊക്കെ അങ്ങ് മാറി. ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയി. ഇപ്പം നമ്മൾ വണ്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും വഴി വെച്ച് കാണുന്നവർക്കെല്ലാം വണ്ടിയെ കയറാൻ ഭയങ്കര ആഗ്രഹം. ഭയങ്കര ചേച്ചിമാർക്കൊക്കെ ആണെങ്കിലും പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടം വണ്ടി കയറാൻ, പ്രത്യേകിച്ച് ലേഡീസിന് വണ്ടിയൊക്കെ. ഒരു തവണ കയറിയത് ഞാൻ പറയുന്ന ആനപ്പുറത്ത് കയറിയ ഫീൽ ആയിരുന്നു. ഞാൻ ആ ഫീൽ ഒരു തവണ കയറി വീണ്ടും കയറാൻ നമുക്ക് തോന്നും. ആളുകൾ കയറാത്തതുകൊണ്ടാ ശരിക്കും. ആ ഫീൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും കയറും. പിന്നെ അതിനകത്ത് വേറൊരു വ്യത്യാസമുണ്ട്. പണ്ടത്തെ വണ്ടികളിലൊന്നും AC ഇല്ല. പിന്നെ ഈ തമിഴ്നാട്ടിൽ ചെയ്യുന്ന ബോഡിയാണ്. അപ്പോൾ അതെല്ലാം മാറിയിട്ട് കമ്പനി ബോഡികൾ വന്നല്ലോ. അപ്പോൾ ഇച്ചിരി ക്യൂട്ടായി, ക്യാബിന് നല്ല ഇതായി. അതുകൊണ്ട് ഇച്ചിരി നമുക്ക് ചൂടില്ല, പൊടിയില്ല, സൗണ്ടില്ല. അപ്പോൾ നല്ല നമുക്ക് യാത്ര ചെയ്യാൻ ഇച്ചിരി ഒരു നല്ല ഒരു സൗകര്യമായി. അതെ, അതുകൊണ്ടുകൂടെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ വരാനും. അല്ലെങ്കിൽ ചിലപ്പം പഴയ ആ ഒരു ഇതൊക്കെ അയച്ചാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടും പൊടി സൗണ്ട്. ഈ പകലൊക്കെ ക്യാബിനകത്ത് ചൂടിൽ ഇരുന്ന് ഓടിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. AC ഉള്ളതുകൊണ്ട്. ഇപ്പോഴും AC ഇല്ലാത്ത ലോറി പോകുന്ന കാണുമ്പം ഡ്രൈവർമാരുടെ ആ ഒരു കഷ്ടപ്പാട് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നാറുണ്ട്. ഞങ്ങൾ ആദ്യം കാണുന്നത് വീഡിയോ ആണ്, ഡ്രൈവ് ചെയ്ത് പോകുന്നൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതിനുശേഷമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ആളുകൾക്ക് മുമ്പിൽ ഡ്രൈവ് ചെയ്യുന്നു വീഡിയോസ് വരുന്നു ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇന്നിപ്പോ ഭയങ്കര പോപ്പുലർ ആയിട്ട് ഞങ്ങൾ ഡെയിലി ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ചേച്ചിനെ കണ്ടുകൊണ്ടിരിക്കണേ. ആ ഒരു ഗ്രോത്തും ആ ഒരു ചേഞ്ചും ഉണ്ടല്ലോ, ശരിക്കും അതെങ്ങനെയുണ്ട്? അതെന്നുവെച്ചാൽ ഞാനൊരു ഇപ്പം ഡിഗ്രി വരെ പഠിച്ചതൊക്കെ തന്നെ ചെറിയ പാരൽ കോളേജിലാണ് പഠിച്ചത്, അവിടെ നാട്ടിൻപുറത്ത് തന്നെ. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് പോയിട്ടുള്ള അധികം എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണേലും ചേട്ടായി പിള്ളേർ ഇവിടെ ഈ ഒരു ലോകം മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പുറത്ത് കടയിൽ പോയി പോലും അധികം സാധനം മേടിക്കാൻ പോലും അങ്ങനെ പോകാറില്ലായിരുന്നു. പിന്നെ ഡ്രൈവിങ് പഠിച്ചതിന് ശേഷമാണ് പതുക്കെ സ്കൂട്ടർ എടുത്തുകൊണ്ട് കടയിലൊക്കെ പോകാൻ തുടങ്ങിയത്, കാറും കൊണ്ടൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ പിന്നെ പോകാൻ തുടങ്ങിയ പിന്നെ ഇവരൊന്നും ഒരു സാധനം മേടിക്കാൻ പാടില്ല, ഞാൻ തന്നെ പോയി മേടിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് ആൾക്കാരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആദ്യം ലോറി ഓടിച്ചപ്പോഴാണേലും ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ ഒരു ചമ്മലുണ്ടായിരുന്നു ആദ്യം. അല്ല ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനൊന്നുമില്ല. ആൾക്കാരെന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല. നമ്മുടെ എയിമാണല്ലോ, നമ്മുടെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന യാത്രയാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്
എനിക്ക് ആ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഇവിടെ കൊടുക്കണ്ടേ? എല്ലാ ക്രെഡിറ്റും അവിടെ കൊടുത്തവർക്ക് കുഴപ്പമില്ല, സന്തോഷം. ആ ഒരു മാറ്റി അല്ല, ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സുണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അതേസമയം നീ വേണ്ട, നീ വീട്ടിലിരുന്ന് അടുക്കളപ്പണി ചെയ്താൽ മതി എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ശരിയാ. പിന്നെ ഇപ്പോൾ ഇവർ തന്നെയാണല്ലോ യാത്ര ചെയ്യാൻ നേരം ഇവരിങ്ങനെ ഇത് സംസാരിച്ചപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിച്ചു, വേണമെങ്കിൽ ഇങ്ങനെ വണ്ടിയാക്കിയാലും നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട വണ്ടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു രാജസ്ഥാൻ കറങ്ങണം. രാജസ്ഥാൻ പലരുടെയും ഒരു വിഷ് ലിസ്റ്റിലുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് കറങ്ങിക്കോളാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. വലിയ തയ്യാറെടുപ്പോടുകൂടിയൊന്നും അല്ല, അന്നേരം ചോദിച്ചു. അധികം ഡ്രാമയൊന്നുമില്ല, പൊക്കോട്ടെ. ഞാൻ പിന്നെ ഓർത്ത് ഇവര് യാത്ര ചെയ്യുമ്പം ഇനി ഇടയ്ക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കാനൊക്കെ തോന്നിയാലോന്ന് ഓർത്ത് ഒരു കുഞ്ഞു കുക്കർ ഇച്ചിരി അരിയും കൂടെ കൊടുത്തു വിട്ടു. അധികം പാത്രമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോ സ്റ്റൈലായിട്ട് ചേച്ചി ഓടിക്കുന്ന വീഡിയോസ് നമുക്ക് കാണുന്നത് കുറയും. ഐ മീൻ കുറയും. ക്യാബിനിൽ അത്ര നിയമങ്ങളുടെ ചേഞ്ച് എങ്ങനെയാണ്? കാരണം നമ്മൾ അത്രയും കണ്ടതാണ്, നിങ്ങളെ ഈ ഒരു വീഡിയോ ക്രിയേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സോ അപ്പൊ അതെങ്ങനെയാ, അത്തരം മാറ്റങ്ങൾ എങ്ങനെയാ കാണുന്നത്? അതെ, അത് ഭയങ്കര ഇതാ. ഇപ്പം ഇപ്പം ഇവള് ലോറി ഓടിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേര്, സ്ത്രീകളും പുരുഷന്മാരും ലൈസൻസ് ഉണ്ടായിട്ട് ഓടിക്കാതിരുന്ന ഒരുപാട് ആൾക്കാർ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇന്നലെ വന്ന ഒരു ചേട്ടനോട് പറഞ്ഞോളൂ, ചേട്ടൻ്റെ വൈഫ് വണ്ടി ഓടിക്കാൻ തുടങ്ങി, നമ്മൾ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടാന്ന് പറഞ്ഞു. അത് ഒരുപാട് പേര് അങ്ങനെ ഓടിക്കാൻ തുടങ്ങിയവരുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും. ഈ ചെറുവണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നവരൊക്കെ പോയി വലിയ വണ്ടികളൊക്കെ വെളിയിലാണേലും ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ വണ്ടി ഓടിക്കുന്ന വിഷ്വൽ കണ്ടിട്ടാണ്, ക്യാബിനകത്തെ ഷൂട്ട് ചെയ്തേക്കുന്ന ആ വിഷ്വൽ കണ്ടിട്ടാണ്. പക്ഷേ അത് ഇല്ലാതെ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പോരായ്മയാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് സംസാരിക്കുന്നതും, പക്ഷേ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇനിയിപ്പം ക്യാമറ നോക്കി സംസാരിക്കാതെ നോർമൽ ഓടിച്ചുകൊണ്ട് പോകുന്നതാണല്ലോ അകത്തുനിന്ന് എടുക്കാമെങ്കിൽ കുഴപ്പമില്ല. അപ്പം നല്ല ആൾക്കാരിലേക്ക് ഇത് അവർക്കൊരു ഇതുണ്ടാവുള്ളൂ. ഇന്ന പോലെ ഇതിപ്പോൾ ഒരു സ്ത്രീക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാമെന്ന്, അങ്ങനെയാണല്ലേ കൂടുതൽ ആൾക്കാർ. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം അതിനുണ്ട്. പിന്നെ ഈ നിയമങ്ങൾ ഇപ്പം കോടതി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ഇത് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം, പല സേഫ്റ്റിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ആയതുകൊണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഇടത്തും ഇത് വിഷയമല്ല. ഇപ്പം നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല പുറത്തും ഫാൻസ് ഉണ്ട്. ഈ മലയാളികളല്ലാത്ത ആളുകൾ വരെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമില്ല. ഇവിടെ നിന്ന് തുടങ്ങി പിന്നെ ഓരോ ദിവസം കഴിയുമ്പം എനിക്ക് വൈൽഡായിട്ടുള്ള ഓഡിയൻസിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. സോ അവിടെ നിന്നുള്ള കമന്റ്സ്, മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. വഴി കാണുന്നവർ പറയാറുണ്ട്. ചിലർ എല്ലാവർക്കും ഈ സബ് ടൈറ്റിൽ ഇട്ട് കാണാൻ അറിയത്തില്ല. അങ്ങനെയുള്ളവർ വന്ന് പറയും, ഞങ്ങൾക്ക് ഭാഷ പറയുന്നത് എന്നാന്ന് അറിയത്തില്ല, എന്നാലും ഞങ്ങൾ എല്ലാ വീഡിയോയും കാണുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പറയുന്നവരൊക്കെ ഇത് ഓണാക്കി CC ഓണാക്കി കൊടുക്കും, സബ് ടൈറ്റിൽ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കാം. ഓഫാക്കി കഴിഞ്ഞാൽ കമന്റ്സ് വരും, ഞങ്ങൾക്ക് കണ്ടില്ല, വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സബ് ടൈറ്റിൽ ഇല്ലാത്ത ചില വീഡിയോ എന്ന് വെച്ചാൽ അത് വേറെ, അതിനും നല്ലൊരു സമയം വേണം. ഒരു വീഡിയോക്ക് ചെയ്യണം, ഒരു ദിവസം വേണം സബ് ടൈറ്റിൽ ചെയ്യാൻ. അതുകൊണ്ടുകൂടെ ചിലപ്പം വീഡിയോ ഇങ്ങനെ താമസം വരുന്നത്. പിന്നെ നോർത്തിലോട്ടൊക്കെ ചില ഡ്രൈവർമാരൊക്കെ എന്നെ കാണുമ്പോൾ വന്നിട്ട് കാലേ തൊട്ട് തൊഴാൻ. പിന്നെ എനിക്ക് ഇന്നാളൊരു ചേട്ടൻ കൊണ്ട് തന്നില്ലേ, നമ്മൾ അരുണാചൽ പോയ സമയത്ത് ഒരു ഡ്രൈവർ കൊണ്ടുവന്ന് എനിക്ക് പൈസ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നു. എന്താ പുള്ളിക്ക് അനിയത്തിനെ പോലെ ഭയങ്കര ഇതായിരുന്നു, എന്നെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. അതെ, ആ പൈസ തന്നിട്ട് തിരിച്ചു മേടിക്കുക. അതുപോലെ ഒരു MBA ഒരാൾ ആറ്റോ വഴിയിലൊരു ആറ്റോ നിനക്ക് പൈസ തന്നല്ലേ? അമ്മയ്ക്ക് മിഠായി. പിന്നെ ഒരു വഴി നിന്നിട്ടൊരു കുറച്ച് പോലീസുകാർ എനിക്ക് കുറച്ച് പൂ പറിച്ചിട്ട് അന്നേരം തന്നെ ചെണ്ട് പോലെ ആക്കിയിട്ട് ഇങ്ങനെ എനിക്കത് ആ സൈഡ് കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആണ് ഇത്തരം കാര്യങ്ങൾ. നമ്മള് ടോളിലൊക്കെ പോകുമ്പോ ട്രാൻസ്ജെൻഡേഴ്സ് അവര് നിൽക്കുന്നതാണ്, അപ്പൊ അവര് നമുക്ക് ഇങ്ങോട്ട് കാശ് തരും, ഇങ്ങനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു ഫാൻ മൂവ്മെന്റ് ഉണ്ടോ ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും മറക്കാനാവാത്ത, നിങ്ങള് ഓർത്ത് വെക്കുന്ന ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് ഉണ്ടോ ശരിക്കും? അത് ചില സമയങ്ങളിലേ ഇപ്പോൾ ഒന്നാളെ നമ്മൾ വിജയവാഡയ്ക്ക് പ്രവേശിച്ചിട്ട് ഒരു ബസ്സേ നിറച്ചു വന്ന പിള്ളേർ, വീഡിയോ കാണുന്ന പിള്ളേരായിരുന്നു. അവരങ്ങോട്ട് പോയിട്ട് വരുമായിരുന്നു. പിന്നെ വണ്ടി കൊണ്ട് നിർത്തി, വഴിയെല്ലാം ബ്ലോക്കായി. പിന്നെ പോലീസുകാർ വന്ന് വണ്ടി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അതുപോലെ നമ്മൾ മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു പ്രാവശ്യം, അത് മലയാളികളാണ്, നാടുകാണിക്ക് അടുത്ത് വെച്ച് ഇതുപോലെ വന്ന് അവർ കൈ കാണിച്ച് വണ്ടി നിർത്തി. ഒരു സ്കൂട്ടറിൽ ഒരു ചേട്ടനും ഒരു കൊച്ചുകൂടെ വന്നു, അവിടെ നിർത്തിയാണ് ഞങ്ങൾ. പിന്നെ വന്ന വണ്ടികളെല്ലാം അവിടെ നിർത്തി. KSRTC ഒക്കെ വന്ന് വഴിയെല്ലാം ബ്ലോക്കായി. അങ്ങനെയൊക്കെ ഒരു സമയത്ത് ചില എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് നോർത്തിലെ കാശ്മീർ നിങ്ങൾ പഹൽഗാമിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അവിടെ ഇപ്പം ഇഷ്യൂസ് നടക്കുന്നതിന് മുൻപാണോ അതിന് ശേഷം പോയല്ലോ? ആ ലഡാക്ക് പോയ തന്നെ ശരിക്കും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ യാത്ര തുടങ്ങുന്നത്. അതെ, യാത്ര തുടങ്ങുന്നത്. പുൽവാമയിൽ അവിടെ പോയ ഞങ്ങൾ കിടന്ന, പുൽവാമയല്ല
പഹൽഗാമിൽ ചെന്ന് അവിടെ അന്ന് സ്റ്റേ ചെയ്ത ഒരു 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ഇപ്പൊ സേഫ്റ്റി ആണ്, സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പ്രത്യേകിച്ച് ഇത്തരം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത്. അതെങ്ങനെയാ ശരിക്കും നിങ്ങൾക്ക് പേടി കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാവുമല്ലോ? അല്ല ആ സമയത്ത് എനിക്ക് തോന്നിട്ട് ആ സമയത്ത് ഇച്ചിരൂടെ എല്ലാവരും അലർട്ടാണല്ലോ. അതെ, ജവാന്മാരൊക്കെ നമ്മുടെ വഴി നിറച്ച് ജവാന്മാരെ കാണാൻ ഇഷ്ടമല്ല. അല്ല നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പിന്നെ നമ്മൾ എവിടെ ഒളിച്ചോടും ഇവിടുന്ന് പോയി അങ്ങനെ. അപ്പം നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, അത്ര അലർട്ടായിട്ടിരിക്കുന്നിടത്ത് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് തന്നെ പഹൽഗാമിൽ കൊണ്ടിട്ടിട്ട് ഞങ്ങൾ അവിടെ കിടന്നാണ് ഉറങ്ങിയത്. അന്ന് ഒരു ദിവസം പിറ്റേ ദിവസം അവിടെ തന്നെയായിരുന്നു. അതിപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പം റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോവുക, അങ്ങനത്തെ ശല്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. നമ്മൾ പറ്റുന്നിട കറക്റ്റ് ഏരിയ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ടൈമിൽ എല്ലാവരും പറയും നമ്മൾ ആർമി അധികം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളത് സേഫായിട്ട് അത് നോക്കുക. അത് വഴിയിലെല്ലാം ആർമിയും ഭയങ്കര ഇതുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയില്ല. അത് സേഫ്റ്റി ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മെയിനായിട്ട് ആവശ്യമുള്ള സേഫ്റ്റി ഒരു ഇതായിരുന്നു. അപ്പം നമ്മളത് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ വീണ്ടും കാശ്മീർ എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനാ, ഈ സേഫ് ആണോ, വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ വീണ്ടും നിങ്ങൾ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവർക്കും കൂടെ കുറച്ചൊരു ധൈര്യം കിട്ടുന്ന പോലെ. ഞങ്ങള് ആ സമയത്ത് വിളിച്ചു, ഞങ്ങൾ അന്ന് കോൾസ് വരില്ലേ ആ സമയത്ത്? നിങ്ങൾ അവിടെയാണല്ലോ. ആദ്യത്തെ വീഡിയോയ്ക്ക് എല്ലാം ഫുള്ള് കമന്റ്, നിങ്ങൾ അങ്ങോട്ട് എന്തിനാ ഇപ്പൊ പോകുന്നത്, അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ തിരിച്ചു വന്നപ്പോ എല്ലാരും നല്ല അഭിപ്രായം. പിന്നെ നമ്മള് ലഡാക്കിൽ ചെന്നപ്പോ ആർമിന്ന് വിളിച്ചില്ല, നമുക്ക് സ്വീകരണം തരാനായിട്ട് അവിടുന്ന് വിളിച്ചു ലേയില്. അത് തന്നെ. പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് ലേയിന്ന് ഞങ്ങൾ ഈ പോന്നു കഴിഞ്ഞാൽ കർദുങ്കില കയറുമ്പോഴാ. അപ്പൊ അവിടെ ലേയിൽ ഒരു സ്വീകരണം തരാൻ വേണ്ടിട്ടായിരുന്നു. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ടായ സമയത്ത് നമ്മൾ അതാണ് ഇത്രയും യാത്ര ചെയ്തതിലെ ഏറ്റവും ഒരു ഞങ്ങളിങ്ങനെ പോരുകയും ചെയ്തു. പിന്നെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു 3-4 ദിവസം. വഴി തെറ്റിപ്പോയി, വഴി വിളിച്ചാലും കിട്ടത്തില്ല, അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ വന്ന് ഒത്തിരി ഇപ്പറയാണ് വന്ന് ഇറങ്ങി. പിന്നെ ഈ പിള്ളേർക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് പോരുകയും ചെയ്യണം, അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്നു. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ശരിക്കും ഇത്ര ചിലപ്പോൾ ഇവരുടെ ഒരു ക്ലാസ് കാര്യം മിസ് ചെയ്ത് വെച്ച് പലതും അവിടെ മിസ് ചെയ്ത് നിങ്ങൾ വരുമല്ലോ, അപ്പൊ ഒറ്റ പോയാൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇനിയിപ്പോൾ ഞങ്ങൾ പിള്ളേരെ ക്ലാസ് ഇല്ലാത്ത പിള്ളേരെ കൊണ്ടേ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ പോയിട്ട് എപ്പോഴേലും വന്നാൽ മതിയല്ലോ. അപ്പൊ ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഇതുകൊണ്ട് അതെ മുഖം മാറി. ഇപ്പൊ നോർത്തിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കേരളത്തിൽ ആരും ഏതാ മതം കാര്യമൊന്നും ചോദിക്കാറില്ല. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ വർഗീയത ഫീൽ ചെയ്യാറുണ്ടോ? ചിലയിടത്ത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയില്ല, പക്ഷേ ഏത് ജാതിപ്പെട്ടവരാണെങ്കിലും ഭയങ്കര സ്നേഹം എല്ലാവർക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെല്ലുമ്പോഴേ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിക്കും. അങ്ങനൊരു സംഭവമുണ്ട്. ഹിന്ദു ആണോ മുസ്ലിം ആണോ? ചിലയിടത്ത് വളരെ ചുരുക്കമാണ്, ചില സ്ഥലങ്ങളിൽ. ഇനിയിപ്പം ഇപ്പോൾ ഒരു ചോദിക്കുന്ന ഒരാൾ മുസ്ലിം ആണെങ്കിൽ നമ്മൾ ഹിന്ദു ആണെന്നും പറഞ്ഞ് മോശമായിട്ടൊന്നും അങ്ങനൊന്നുമില്ല. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂടുതലും അത് ചോദിക്കുന്ന ശ്രീനഗറിൽ ചെല്ലുമ്പം കൂടുതൽ ചോദിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ അല്ലാതെയും ചോദിക്കുന്നുണ്ട്. അത് കുറവാണ്, കുറച്ച് പേരൊക്കെ. പിന്നെ അവിടെയൊക്കെ ഹോട്ടലുകൾ ഹിന്ദു ഹോട്ടൽ, മുസ്ലിം ഹോട്ടൽ, ഒരു പേരുണ്ടാവും. ആ പേരിനടിയിൽ ഹിന്ദു ഹോട്ടൽ അല്ലെങ്കിൽ മുസ്ലിം ഹോട്ടൽ. അതൊക്കെ കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. നമുക്ക് കേരളത്തിൽ പോകുന്ന ആൾക്ക് ഇത് ഭയങ്കര കൗതുകമുള്ളതാണ്. അങ്ങനെയുണ്ട്. ഹോട്ടലിന് വലിയ ബോർഡായിരിക്കും, അതിൽ മുസ്ലിം ഹോട്ടൽ അല്ല ഹിന്ദു ഹോട്ടൽ. അത് ഇഷ്ടം പോലെ ഉണ്ട്. ജമ്മുവിൽ നിന്ന് ശ്രീനഗർ പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട്. അതുകൊണ്ട് അപ്പൊ നമുക്കത് ആദ്യം കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. പക്ഷെ അവിടെ ഉള്ളവർക്ക് അതൊരു വിഷയമല്ല. ഇതുപോലെ നിങ്ങൾ ഞെട്ടി എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടോ ശരിക്കും യാത്ര ചെയ്ത സമയത്ത് നമ്മുടെ ഇവിടെ ഇല്ലാത്ത പോലത്തെ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ? ഒരുപാടുണ്ട്. അതൊരുപാട് ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമല്ലേ, പല കാര്യങ്ങളും ഒരുപാടുണ്ട്. അതിപ്പോ ഇപ്പൊ തമിഴ്നാടാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു മരിച്ചടക്കാണെങ്കിൽ പോലും വ്യത്യാസമല്ലേ, കസേരയിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ടൊക്കെ അങ്ങനെ പല. തമിഴ്നാട് ചെല്ലുമ്പോഴും ആദ്യം അത് കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. അവിടെ ഭയങ്കര പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും ചണ്ടയൊക്കെ കൂട്ടി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ കേട്ടി. ശരിയാ, മരിച്ചടക്കിന് പോകുന്നത് പൂവൊക്കെ വെതറി. പിന്നെ കരയാൻ ആൾക്കാരുണ്ട്, വാടകയ്ക്ക് കരയാൻ ആൾക്കാരുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം എൻ്റെ വീട്ടിലൂടെ ഒരാൾ മരിച്ചു, കരയാൻ തന്നെ വേറെ സ്ത്രീകളുണ്ട്. അവരെ ഇങ്ങനെ പൈസ കൊടുത്തു വന്നിരുന്ന അവർ മൈക്കിൽ കൂടി ഇങ്ങനെ കരയുന്നതെന്നു വെച്ചാൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അയ്യോ എനിക്ക് അന്ന് വന്നപ്പോൾ ഇന്ന തന്നായിരുന്നു, എന്നെങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയും. പദം പറയാന്ന് പറയും, അങ്ങനെ പറഞ്ഞ് കരയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കാണണ്ട, വീഡിയോയ്ക്കകത്തൊന്നും ഇല്ല കേട്ടോ, ഞാനല്ല കണ്ടിട്ടുണ്ട്. അതിങ്ങനെ പ്രായമുള്ള അമ്മച്ചിമാർ ഇങ്ങനെ വന്നിരുന്ന്
ഇപ്പോൾ ഒരാൾ മരിച്ചെങ്കിൽ ആ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി നേരത്തെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് എങ്ങനെ കരയും. ഇതേപോലെ നമ്മൾ ഇനി ഇത്രയും യാത്ര ചെയ്തിട്ട് മസ്റ്റായിട്ടും ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സ്ഥലം ഇതാ? ഇപ്പം ഞാൻ പറയാം, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമ്മൾ കാശ്മീരിലും ശ്രീനഗറിലും ലഡാക്കിലും ഒക്കെ പോകുമ്പോൾ കാർഗിൽ വാർ മെമ്മോറിയലൊക്കെ നമ്മുടെ എല്ലാവരും പോയി കാണേണ്ട ഒരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അങ്ങനെ വാർ മെമ്മോറിയലുകൾ ഒരുപാടുണ്ട്. നമ്മൾ ആ വീഡിയോയ്ക്കൊന്നും ആൾക്കാർക്ക് അത് കാണാൻ താല്പര്യമൊന്നുമില്ല. അതിനൊക്കെ റീച്ച് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന് അത് കണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ ഓരോ സോൾജേഴ്സും അവരുടെ ലാസ്റ്റ് മൊമെന്റ് നമ്മുടെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു എഴുതും. അവരുടെ എല്ലാവരുടെ ഇതില് അവരുടെ ലാസ്റ്റ് മൊമെന്റ് എങ്ങനെയായിരുന്നു, എങ്ങനെ അറ്റാക്കിലായിരുന്നു, എങ്ങനെയാണ് അവര് ഇതാ പറ്റിയത്, അതൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പം നമുക്കത് വേറൊരു ഫീലാണ്. ഈ വാർ മെമ്മോറിയലിലൊക്കെ പോകുമ്പം ഇപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ട്, എല്ലാവരോടും ഒന്നിച്ച് ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതും, അതുപോലെ നമ്മൾ അങ്ങനെ ഈ ലാസ്റ്റ് നമ്മൾ വിഷ്വൽ കാണിക്കും. ഈ വാറിൻ്റെ ഒക്കെ ഓരോ വീഡിയോസൊക്കെ കാണാൻ പറ്റും നമുക്ക് ഈ വാർ മെമ്മോറിയലിലൊക്കെ പോയി കഴിയുമ്പോൾ. ലേയിലൊക്കെ ഉണ്ട് അങ്ങനെ. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നാഷണൽ ആന്തം നമ്മൾ പാടുന്നു. ഭയങ്കര അത് വേറൊരു ഫീലാണ്, ഭയങ്കര ഒരു വൈബാണ് അത്. എനിക്കത് ഭയങ്കര ആൾക്കാരോട് പറയണമെന്നുള്ളൊരു കാര്യം തോന്നിയിട്ടുള്ളത് അതാണ്. ഇവിടെ അങ്ങനത്തെ സ്ഥലം അല്ല, അത് തന്നെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ആർമി വണ്ടി നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഈ വണ്ടി ഇങ്ങനെ ഓടി വരുന്ന കാണുമ്പം ഈ ആൾക്കാർ വണ്ടി കാണുമ്പോൾ ഇങ്ങനെ സല്യൂട്ട് അടിക്കുക. ഒരു റെസ്പെക്ട് വണ്ടി ഇങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ അത്ര അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഇച്ചിരി രാജ്യസ്നേഹം കുറവാണോ എന്നൊരു തോന്നലുണ്ട്. എല്ലാവരും അങ്ങനെ ഒരു അത്ര ഒരു പക്ഷേ വെളിയിൽ അതിന് ഒരു കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഇവിടെ ബോർഡറുകളൊന്നുമില്ലല്ലോ. അപ്പം ആർമി എന്താണ്, അല്ല ആർമിക്കാർ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് അത്ര ഇതറിയില്ല. അതാ ബാക്കി നോർത്തിലേക്കൊക്കെ ഉള്ളവർക്ക് അത് നല്ലപോലെ അറിയാം. ബോർഡറിൽ കിടക്കുന്ന ആൾക്കാർക്കറിയാം പല ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തോ ഒരു ഇത്. പക്ഷേ നമ്മളിവിടെ ആണെങ്കിലും അങ്ങനെ ഒച്ചയ്ക്ക് നമ്മളങ്ങനെ ഇതൊന്നും വിളിക്കില്ലല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരിടത്ത് പോയാലും ലൗഡായിട്ട് അങ്ങനെ ഒന്നും. പക്ഷെ അവരങ്ങനെയൊന്നുമില്ല. അവരിപ്പം ഭയങ്കര ഇതായിട്ട് നല്ല സൗണ്ടിലാണേലും അങ്ങ് ഒരാൾ ചാടിക്കയറി അങ്ങ് വിളിക്കും. ഇപ്പോൾ പുറകെ എല്ലാവരും അങ്ങ് അങ്ങനെ കയറ്റി വിളിക്കും. നമ്മളവിടെ ബോർഡറിൽ ബോർഡറിൽ പോകുമ്പോൾ അട്ടാരി ബോർഡറിൽ അങ്ങനെ അതായത് ബോർഡറിൽ അങ്ങനെ 2-3 ഞങ്ങൾ പോയി പരേഡ് കാണാനായിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ ഭാരത് മാതാ കി ജയ് വിളിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു എന്ത് സ്പിരിറ്റിലാണെന്നറിയോ, ഭയങ്കര ഇതായിട്ട് വിളിക്കുന്നതാണ്. അതൊരു ഇതാ. ാണ് 23 വയസ്സിൽ മരിച്ച ജവാന്മാര് അവരെയൊക്കെ കാണേണ്ട ഒരു സ്ഥലമാണ്. കാണേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ പെൺകുട്ടികൾ ട്രാവൽ ചെയ്യുമ്പം ഏറ്റവും ഉള്ളൊരു ബുദ്ധിമുട്ട്, അതിപ്പോൾ നമ്മൾ ഹോട്ടലൊന്നും സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് ആണെങ്കിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യം അത് സ്റ്റിൽ നമ്മളിപ്പോൾ തന്നെ ഞാൻ ഷൂട്ടിൽ ലോങ് നമ്മുടെ ജില്ലകൾ മാറിയാൽ തന്നെ ഇതായിരിക്കും ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരിക. ലോങ് യാത്ര ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ബുദ്ധിമുട്ടാവാറുണ്ടോ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ? ടോയ്ലറ്റ് പാടുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ട് അതാണ്. അതെ, നമുക്ക് ഹെൽത്ത് ഇഷ്യൂ അതിന് കൂടുതൽ വരാൻ. അപ്പം ഞങ്ങള് നോർമലി നമ്മള് സാനിറ്റൈസർ ഉണ്ടാവും, പിന്നെ ഷീറ്റ് ഉണ്ടാവും, ടോയ്ലറ്റ് ഷീറ്റ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്നാലും ചിലയിടത്തൊക്കെ നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റുന്ന ഭയങ്കര പാടാ. അതെ, നമുക്ക് ഭയങ്കര പാടാ. പിന്നെ ഞങ്ങള് ഇപ്പം ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യലും പമ്പിൽ കിടക്കുമ്പം ഫസ്റ്റ് ഞങ്ങള് പമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നല്ല വാഷ്റൂം ഉണ്ടോ എന്ന് നോക്കും, എന്നിട്ട് പമ്പിൽ നിർത്തുകയുള്ളൂ. അപ്പം അങ്ങനെ നോക്കിയാൽ കൂടുതലും നിർത്തുന്നത്. അപ്പം നമുക്ക് രാവിലെ എണീക്കുമ്പോഴാണേലും രാവിലെ എണീറ്റ് പോകുമ്പോഴേ കാണുക എന്ന് പറയുന്നതും ഒരു ഇതാണ്. അങ്ങനെ കുറച്ച് പാടുകളുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് ക്ലീൻ ആയിട്ട് നല്ല ടോയ്ലറ്റുകളുണ്ടോ എന്ന് ഗുജറാത്തിൽ പോയപ്പോൾ കണ്ടു. അപ്പം ഗുജറാത്തിൻ്റെ 2 സൈഡ് ഞാൻ കണ്ടു. 2 സൈഡ് കണ്ടെന്ന് പറഞ്ഞാൽ ലോറിയിൽ ആദ്യം പോകുമ്പം ഞങ്ങളൊരു ടൈല് കമ്പനിയിൽ പോയി ഇത് കയറ്റാൻ വേണ്ടി പോയി, ലോഡ് കയറ്റാൻ വേണ്ടി പോയിട്ട് അവിടെ ഭയങ്കര ശോകമായിരുന്നു. ബാത്റൂമൊന്നും പറയാൻ പറ്റത്തില്ല, ചുമ്മാ ഒരു റൂം പോലെ ഇങ്ങനെ ചുമ്മാ കെട്ടി, മേളിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡോറുണ്ട്, അതിങ്ങനെ എടുത്തു വെക്കും തിരിച്ചു വെക്കും അത്രേ ഉള്ളൂ. അപ്പം അതിനകത്ത് ക്ലോസറ്റ് ഒന്നുമില്ല, ചുമ്മാ ചെരിച്ചിങ്ങനെ സ്ലൈഡ് പോലെ ടൈലിട്ടിട്ട് ഒരു സൈഡ് ഫുള്ള് യൂറിനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതായിരുന്നു അത്. അപ്പോൾ ഞാൻ അന്നേരോട് പറയാം, ഈ ഗുജറാത്തിലൊന്നും കൊള്ളില്ല എന്ന് പറയായിരുന്നു. വെച്ചാൽ മടുത്ത ആ ട്രിപ്പിൽ പോയ വാഷ്റൂം എല്ലാം പണിയായിരുന്നു മൊത്തം. തിരിച്ച് വെളിയിൽ ഇറങ്ങി ഒരു കടയിൽ കയറി അവിടെ ഫുൾ ഈച്ച പൊതിയൂന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റാത്ത പോലെ ഈച്ച, മൊത്തം വേസ്റ്റ്, അത് ഇത് എല്ലാം അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പക്ഷേ സിറ്റി ഏരിയയിലോട്ട് പോയപ്പോൾ ഈ തവണ ഞങ്ങൾ കാറിന് പോയപ്പം ഞങ്ങൾ കൂടുതലും സൂററ്റ് അവിടെ ഏരിയയിലൊക്കെ പോയി. അപ്പം സൂററ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ഈ ഹൈവേന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു പമ്പിൽ കയറി. അപ്പോൾ അവിടെ അതിൻ്റെ ഓണർ നിന്നാണ് പമ്പ് മൊത്തം മാനേജ് ചെയ്യുന്നത്. അത്രയും നല്ല പമ്പ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരെ കയറുമ്പം
ഫുള്ള് ടോയ്ലറ്റിലെല്ലാം സെൻസറാണ്, ലൈറ്റ് സെൻസറാണ്, ടാപ്പ് സെൻസറാണ്. അപ്പം നമ്മൾ ഹാൻഡ് ഡ്രൈ വേറെ ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മളൊരു ഹോട്ടലിൽ കയറി എങ്ങനെയാണോ വാഷ്റൂം അതുപോലെ, റൂം എടുത്താൽ കിട്ടുന്ന വാഷ്റൂം എങ്ങനെയാണോ അതുപോലത്തെ വാഷ്റൂം. അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് അത്ര നല്ല കാണുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം നാഗാലാൻഡ് ലോഡ് കയറ്റാൻ പോയി. അന്നേരം അങ്ങോട്ട് കയറുന്നതിന് തലേ ദിവസം ഞങ്ങൾ രാത്രി ഒരു പമ്പിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ടായിരുന്നു. അപ്പോൾ രാത്രി ചെല്ലുമ്പോൾ ഞങ്ങൾ വാഷ്റൂം ഒന്നും നോക്കുന്നില്ല, അവിടെ അധികം വാഷ്റൂം പമ്പുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ചെന്നപ്പോഴത്തേനും പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് പോകാൻ നോക്കുമ്പോൾ വാഷ്റൂമിൻ്റെ പുറത്ത് വരെ വൃത്തികേടാണ്. പക്ഷേ വേറൊരു നിവൃത്തിയില്ല, എനിക്ക് അവിടെ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്ര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ടോളുകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വാഷ്റൂമുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പലതും. ഒരു 5% മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. ഒന്നേ ഡോറ് കാണില്ല, അല്ലെ അവിടെ ക്ലീൻ ചെയ്യാൻ ആരും കാണില്ല, മൊത്തം നാശമാക്കി ഇട്ടേക്കായിരുന്നു. ഈ ഏറ്റവും ബെറ്റർ ഇന്ത്യൻ ക്ലോസറ്റ് തന്നെ യൂസ് ചെയ്യുന്ന. യൂറോപ്യൻ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് യൂറോപ്യൻ, ഇപ്പോൾ ഈ തവണ ഞങ്ങൾ ട്രിപ്പ് പോയി, ഞങ്ങളൊരു ടോളിനടുത്ത വാഷ്റൂമിൽ കയറാൻ പോയി, ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തിയ ആൾക്കാർ ഇറങ്ങി. ഇവരിറങ്ങി ഫുള്ള് നിലത്തൂടെ ഇരിക്കണം. ആ ബാത്റൂമിൻ്റെ അകത്ത് തന്നെ കൈ കഴുകുന്ന ഏരിയയുടെ അവിടെ ആണെങ്കിലും എല്ലാം നിലത്തൂടെ ആൾക്കാർ ഇരിക്കുക. അപ്പം നമുക്ക് ഗവൺമെൻറ്റിന് ഇതിൽ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് പണിതിടാന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി, അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മുടെയും കൂടെ കാര്യമല്ലേ. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞത് വേറെ ആൾക്ക് യൂസ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് വേണ്ടേ? ഇതങ്ങനെ ഇത് ഫുള്ള് നിലത്തൂടെ തന്നെ ആൾക്കാരിക്കുന്നു മൊത്തം. നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അത് വരെ ആ ബാത്റൂം വലിയ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് സ്മെല്ലുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ കയറാനും കൂടെ പറ്റില്ല. അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അവിടെ എങ്ങനെ നോക്കാൻ ആളൊന്നുമില്ല. ഈ വരുന്നവർ എനിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇത് വേറൊരാൾ കൂടെ ഉപയോഗിക്കേണ്ടതാണെന്നോ ചിന്തിക്കുന്നില്ല. അതുപോലെ മോശമാക്കിയിട്ടാണ് പോകുന്നത്. അതും ഒരു കാര്യമുണ്ട്. പക്ഷേ അങ്ങനെയുള്ളിടത്തും ഈ പബ്ലിക് ടോയ്ലറ്റൊക്കെ ടോളുകളിലൊക്കെ ഉള്ള ഇപ്പം തമിഴ്നാട്ടിലൊക്കെ എല്ലാം നല്ലപോലെ നീറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളവിടെ നോക്കാനുണ്ടാവും. നല്ല നീറ്റാ, എല്ലാം നല്ലതാ. നമുക്ക് ഒരു ഹോട്ടലിൽ കയറുന്ന പോലെ തന്നെ കയറി യൂസ് നല്ല ചെയ്യാൻ പറ്റും. നീറ്റായിട്ട് ഇടുന്നതുകൊണ്ട് ചെല്ലുന്നവർക്കും ഉണ്ട് ഒരു മര്യാദ. അപ്പോൾ ഇത് മോശമാക്കി ഇടാൻ പറ്റില്ല എന്ന് മനസ്സിലൊരു ചിലർ നോക്കുന്നവരുണ്ട്, ഓരോരുത്തർ കയറി കഴിയുമ്പോൾ യൂസ് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നവരുണ്ട്, ക്ലീൻ ചെയ്യുന്നു. നല്ല ഇതാ. കേരളത്തിൽ ഇപ്പോഴും കൃത്യമായിട്ട് ഗേൾസിന്റെ ടോയ്ലറ്റ് പൂട്ടി വെച്ച് വരുന്നതനുസരിച്ച് കൊടുക്കുക, ഒരു ക്ലീനിങ് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ശരിക്കും. അത് ഇല്ലാത്തതും ഉണ്ട്. എല്ലായിടത്തും അത് മോശം കേരളത്തിലും ഉണ്ട്. അത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ അങ്ങനെ മോശമില്ല. എല്ലാം ടോയ്ലറ്റ് ഇപ്പം പൊതുവേ നമ്മൾ മലയാളികളെല്ലാവരും തന്നെ ടോയ്ലറ്റ് മെയിനായിട്ടും ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ എല്ലാ റൂമിലും ടോയ്ലറ്റ്, അതുപോലെ നോക്കുന്നവരല്ല. വേറൊരിടത്തൊന്നും അത്രയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി നല്ല. പക്ഷേ പമ്പിലൊക്കെ മോശമുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ തലശ്ശേരിക്ക് മാഹിക്കിപ്പുറ ഒരു പമ്പിൽ കയറിയിട്ട് അതിൻ്റെ സീറ്റ് കവർ പോലും ഇല്ല. ശരിക്കും ഇന്ത്യൻ ടോയ്ലറ്റ് മതി ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാൻ വലിയ പ്രശ്നമില്ല. ഇതെല്ലാം യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ട് അതിൻ്റെ സീറ്റ് കവറില്ല, പല പല പ്രശ്നങ്ങളാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത പമ്പുകളും ഉണ്ട് കേട്ടോ. എന്നാൽ മിക്കവാറും ഒരു 90% കേരളത്തിലെ നല്ലത് തന്നെയാണ്, മോശം പറയാനില്ല. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ 95% മോശമാണ്, 5% നല്ലതുള്ളൂ. നല്ലത് ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഇപ്പൊ സ്റ്റേ ഉണ്ടല്ലോ, യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പമ്പിലായാലും വഴിയരികിലൊക്കെ ആയിരിക്കും നിങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഒരു സുരക്ഷിതത്വം എത്രത്തോളം, അല്ലെങ്കിൽ ആ സേഫ്റ്റി നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആരും ഇല്ലാത്ത സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങൾ കിടന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഭയങ്കര മഞ്ഞിനകത്ത് നമ്മളവിടെ വന്നിട്ട് UP-ൽ നമ്മൾ ഹൈവേന്ന് ഇറങ്ങി ഒരു പമ്പിൽ വന്ന് കിടന്നില്ലേ. അപ്പോൾ ശരിക്കും കാരവനാണ് നേരം ഭയങ്കര മഞ്ഞ് കാരണം വഴിയൊന്നും കാണത്തില്ല. അപ്പോൾ എന്നാൽ ഒതുക്കിയിട്ട് കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഫ്ലൈ ഓവറിനടിയിൽ ഒരു പമ്പ് കണ്ട്, വെട്ടമുണ്ട്, ആരുമില്ല അവിടെ. ഞാൻ പിന്നെ താഴെ ഇറങ്ങി ആ റോഡിൽ കൂടെ വന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. അവിടെ കൊണ്ടുവയ്ക്കിയപ്പോൾ ഇവരെല്ലാം പറഞ്ഞു ഇവിടെ ആരുമില്ല, ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് 2 പേരൊരു കുപ്പിയും കൊണ്ട് വന്ന് അവിടെ വെള്ളം അടിക്കാനും കൂടെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇവിടെ വേറെ ഒന്ന് വെട്ടമുണ്ട്, വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലം. ഞങ്ങളവിടെ ഒതുക്കിയിട്ട് തന്നെ കിടന്നു. അവരൊന്നും ഇങ്ങോട്ട് വണ്ടിയിലോട്ട് പോരുന്നു. അവര് വെള്ളടിച്ചു, അവിടെ ഇരുന്ന് മാറി പേപ്പറത്ത് നിന്ന് വാള് വെച്ചു. കുറേ പേരുണ്ടായിരുന്നു, കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്തപ്പോൾ അത് പമ്പ് വർക്കിംഗ് അല്ലായിരുന്നു. എന്തോ അല്ലല്ല വർക്കിംഗ് ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആളുണ്ടായിരുന്നു, രാത്രിയിലില്ലായിരുന്നു. ആ ഒരു ചെറിയ പമ്പ്. അതിനാ ഹൈവേ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സെയിൽ കുറവായതുകൊണ്ട് രാത്രിയിലില്ല. അപ്പോൾ ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് ഒതുക്കിയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ അവർ പമ്പ് തുറന്നിട്ട് അവർ വിളിച്ചൊന്നുമില്ല ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ്, എനിക്കൊന്നും ഒരു 8 മണിയായപ്പോഴേ ഉണർന്നേ. ആരും വിളിച്ചില്ല. ഞാൻ അന്നേരം 8 മണി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ വന്നൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇറങ്ങി ചെന്നു. അത് കഴിഞ്ഞാൽ പമ്പിൻ്റെ ഓണറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ട് സംസാരിച്ചു. അത് ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റെഡിയായി പോരുകയും ചെയ്തു. കൂടുതലും പിന്നെ പമ്പിലോ അല്ലെ ധാബകളിലോ പാർക്ക് ചെയ്തിട്ട് കിടക്കുന്നത്. ഈ ഗവൺമെന്റ് ഭാഗത്തൊരു ഫെസിലിറ്റീസ് സ്റ്റേക്ക് വേണം അങ്ങനെ വളരെ കുറവാണ്.
ഈ ട്രക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അത് നല്ലപോലെ ഉണ്ടാക്കിയേക്കുന്നിടത്തൊക്കെ വണ്ടി കയറാന്മാരെ ബ്ലോക്ക് ചെയ്തേക്കായിരിക്കും. ബ്ലോക്ക് ചെയ്ത് ഇനി വെച്ചേക്കാം. ഉള്ളത് മൊത്തം കാട് പിടിച്ച് കിടക്കായിരിക്കും, ഒന്നിനും കൊള്ളത്തില്ല. ശരിക്കും ആ കാര്യത്തിലൊരു മാറ്റം വരണം എന്നുണ്ടോ? നല്ല ബിൽഡിംഗ് ഒക്കെ തീർച്ചയായിട്ടും മാറ്റം വരണം. എല്ലാ ബിൽഡിങ്ങും, അതായത് ട്രക്ക് പാർക്കിങ്ങിൽ, ഹോസ്പിറ്റല്, വർക്ക്ഷോപ്പ്, ധാബ, റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക്, ഇത്രയും ബിൽഡിങ്സ് ഉണ്ട്. ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആരും വർക്ക് ചെയ്യുന്നില്ല. എല്ലാം എഴുതി ബോർഡും വെച്ച് പൂട്ടിയിട്ടിട്ടുണ്ട്. അതേ ഉള്ളൂ. ശരിക്കും ഈ ഡ്രൈവർമാർ ഈ വണ്ടി വെച്ച് അത്രയും ദൂരെ നിന്ന് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഒന്ന് ഉറങ്ങാനായിട്ടായിരിക്കും, എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്താൻ സൗകര്യം നോക്കിയായിരിക്കും വരുന്നത്. ചിലപ്പോൾ അങ്ങനെ വന്നായിരിക്കും അപകടം പറ്റുന്നത് തന്നെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം കിട്ടാറില്ല പലപ്പോഴും. അങ്ങനെയുള്ള സ്ഥലം പുതിയ ഹൈവേയിലൊക്കെ പണിതിട്ടുണ്ടെങ്കിലും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് ഇതാവുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. അതിലൊരു മാറ്റം വരണം. അതിന് മാറ്റം വരണം. എനിക്ക് കാരണം ഇത്രയും ലോങ് ട്രാവൽ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. സോ ഇപ്പോൾ ഒരുപാട് സന്തോഷം, നിങ്ങളുടെ വിലപ്പെട്ട ഒരുപാട് സമയം ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഇൻഫോം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് കേൾക്കാൻ പറ്റി. നമ്മൾ കാണാത്ത, നിങ്ങൾ യൂട്യൂബിൽ ഇവരുടെ വ്ളോഗിലൊന്നും കാണാത്ത ഒരുപാട് കഥകളും നമുക്ക് ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റി. സോ ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് കാണണം, ഇനിയും ഇൻ്റർവ്യൂസ് ഇവിടെ. ഇപ്പോൾ ആളൊക്കെ ഡ്രൈവിംഗ് പഠിച്ച് ആൾ സ്വന്തമായിട്ട് ട്രക്കൊക്കെ ഓടിച്ചു തരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും പറ്റിയത്. ഇനിയും യാത്രകളും ചെയ്യാം. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.